എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ബ്രെഡും മുട്ടയും കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ചായയുടെ കൂടെ കഴിക്കാൻ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 2 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. കൈകൊണ്ട് പൊടിച്ചെടുത്താൽ മുട്ടയുടെ വെള്ളം നന്നായിട്ട് പൊടിഞ്ഞു കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇനി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് 1 സവാള വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള നന്നായി പരുവായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് നല്ലതുപോലെ ഒന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇട്ട് കൊടുത്ത മസാലയുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് 1 ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങും മസാലയൊക്കെ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ എല്ലാം കൂടി നന്നായി മിക്സ് ആക്കി കൊടുക്കാം. അപ്പോഴേക്കും ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മസാല റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യമുള്ളത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് എടുത്ത് ഇതേപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഓരോ ബ്രെഡിൻ്റെ പീസും എടുത്ത് ഇതേപോലെ മസാല അതിന് മുകളിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ട് പ്രസ് ചെയ്തൊന്ന് നിരത്തി കൊടുക്കാം. മസാല വെച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ടോ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ എല്ലാ ബ്രെഡ് പീസസിലും മസാല വെച്ച് കൊടുത്ത് റെഡിയാക്കി എടുക്കാം. എന്നാൽ ബ്രെഡെല്ലാം ഇതേപോലെ റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഇത് ഡിപ്പ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി കുറച്ച് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായി ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ഇനി ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്ത് വയ്ക്കാം. പിന്നീട് ഓരോന്നും എടുത്ത് ഈ മൈദയുടെ ബാറ്ററിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ എല്ലാ ബ്രെഡ് പീസസും നമുക്ക് ഇങ്ങനെ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം അങ്ങനെ റെഡിയാക്കി എടുത്തു കഴിഞ്ഞു. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഓരോ പീസ് ബ്രെഡും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു വശം നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം മറുവശം ഇതേപോലെ പരുവായി കിട്ടുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്ത് കോരിയെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബ്രെഡും മുട്ടയും ഉരുളക്കിഴങ്ങും ഒക്കെ ഉള്ളപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കഴിക്കാനും അതേപോലെ കുട്ടികൾക്ക് സ്കൂളിൽ ടിഫിനായിട്ട് കൊടുത്തുവിടാനും ഒക്കെ പറ്റിയൊരു ഐറ്റമാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മുട്ടയ്ക്ക് പകരം നമുക്ക് ചിക്കനോ ബീഫോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്ത് മസാലയുടെ കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതിയാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സൂപ്പർ ടേസ്റ്റിലുള്ള ബ്രെഡും മുട്ടയും കൊണ്ടുള്ള ഐറ്റം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.